ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിഗ്ഗി ബാങ്കാണ് കേട്ടോ. ഒരാൾ കമൻറ്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാൻ, അതിൽ പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പിഗ്ഗി ബാങ്കിന് വേണ്ടത് ഇതുപോലെ 2 ചിരട്ടയാണ്. ആ ചിരട്ടകൾ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ അതിന് കറക്റ്റായി വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് പീസുകൾ, ചെവി, കണ്ണ്, ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ട ചിരട്ടകളാണ്. പിന്നെ കുറച്ച് ചെറിയ പീസുകൾ അതിനെ കാല് വെക്കാനും വേണ്ടിയിട്ടുള്ളതും ആക്സോ ബോർഡ് വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് ഗ്രൈൻഡർ ചെയ്ത് പേപ്പറിട്ട് മിനുസപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിൽ എല്ലാ പീസുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ വരച്ചതിന് അനുസരിച്ച് നമ്മൾ എല്ലാം ഒന്ന് പേപ്പറിട്ട് എടുക്കുന്നുണ്ട് സാൻഡർ മെഷീൻ വെച്ചിട്ട്. അരികുവശങ്ങളും എല്ലാം റെഡിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പേപ്പർ ഇടാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ശരിക്കൊന്ന് മിനുസപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മേലെ കാണുന്ന ഭാഗത്ത് നമുക്ക് കോയിൻ ഇടാനുള്ള ഒരു ഭാഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആക്കിയിട്ട് 2 ഭാഗങ്ങളിലും നമ്മൾ കോയിൻ ഇടാനായിട്ട് റെഡിയാക്കും. അപ്പോൾ ഇനി ഈ ഭാഗത്ത് നമ്മളൊന്ന് ഗ്രേ വെച്ചിട്ട് ഒന്ന് ഹോളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വലുതാക്കി എടുക്കാനുള്ളതാണ്. അവിടെ നമ്മൾ ഈ പീസ് വെച്ച് ഒട്ടിക്കും. എന്നിട്ട് ഇതൊന്ന് വലുതാക്കി എടുത്തിട്ട് നമ്മൾ കോയിൻ ഇട്ട് നിറയുമ്പോൾ ഇവിടെ അങ്ങ് അടർത്തി മാറ്റി എടുക്കാനുള്ളതാണ്. പൈസ അതിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ചെറുതായിട്ട് ഒട്ടിച്ച് വയ്ക്കുകയേ ചെയ്യുള്ളൂ. മൊത്തത്തിൽ നമ്മളൊന്ന് ഫ്ലക്സിക്കും ചിരട്ടപ്പൊടി ഇട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നന്നായി ഒട്ടി കിട്ടിയിട്ടുണ്ട്. അത് ഇനി അതിൻ്റെ വായു ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. അത് അടർത്തിട്ടാണ് കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഒട്ടിക്കുന്നുള്ളൂ. പിന്നെ മുന്നിൽ ഒരു വൈറ്റ് ചിരട്ടയുടെ പീസ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ പേപ്പറിട്ട് മിനുസപ്പെടുത്തിയതിന് ശേഷം നമ്മളതിലേക്ക് അതിൻ്റെ കാൽഭാഗങ്ങളും എല്ലാം ഒന്ന് വെച്ച് പിടിപ്പിക്കണം. പിന്നെ ചെവി വരുന്ന ഭാഗം അതെല്ലാം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. 2 കാലുകൾ നമ്മൾ ചെറിയതായിട്ട് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതൊട്ടിച്ച് ഇനി 2 കാല് കൂടെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഒന്ന് ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തരിക. പിന്നെ ഇത്തരം ക്രാഫ്റ്റ് വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കുകയും കൂടി ചെയ്യുക. ഇത് ചെവി വരുന്ന ഭാഗമാണ്. അത് നമ്മൾ വൈറ്റ് ചിരട്ട തന്നെയാണ് എടുത്തത്. അത് ഏകദേശം ആ ചെവിയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെവി ഏകദേശം ഒട്ടി കിട്ടിയിട്ടുണ്ട്. പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുൻവശത്ത് വേറൊരു പീസ് കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിന് ഒരു വാല് കൂടെ വെച്ച് കൊടുക്കാനുള്ളൂ.
അതും ചെറിയ പീസ് അതിന് റെഡിയാക്കി എടുത്തിട്ട് ഇത്തരം പീസിൽ നിന്ന് നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് ഒട്ടിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഈ ഷേപ്പിലാക്കി വെച്ച് ഒട്ടിക്കുന്നുണ്ട്. താഴെ ചെറിയൊരു പീസും കൂടെ വെച്ച് ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ഈ സംഭവം ഏകദേശം റെഡിയായി. പിന്നെ നമ്മൾ 2 കൂട്ട് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഹോള് വരുന്ന ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും ഒന്ന് പേപ്പർ ഇട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം ഇതുപോലെ നമുക്ക് പേപ്പറൊക്കെ ഇട്ട് ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. 150ൻ്റെ പേപ്പറാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. 2 കണ്ണിൻ്റെ പീസ് കൂടെ നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വൈറ്റ് ചിരട്ട കൊണ്ട്. അതിലേക്ക് ചെറിയ 2 ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാനും വേണ്ടി ചെറിയ 2 പീസ് അത് ഒട്ടിച്ചെടുത്തു. എല്ലാ വർക്കും ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്ലീക്ക് അടിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് സ്ലീക്ക് നമ്മൾ അടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഉണങ്ങി കിട്ടിയ പിഗ്ഗി ബാങ്ക്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നന്നായിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ. ഇത്തരം ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ